ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പുകാല ചിന്തയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 6 വാക്യത്തിൽ, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഇയ്യോബ് ഭക്തനായ ഇയ്യോബ് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നോമ്പ് അനുതാപത്തിലേക്ക് നയിക്കുന്നതാണ്. ജീവിതയാത്രയിൽ പാപത്തിലും തിന്മ അനുദപിക്കുന്ന ഏതു മനുഷ്യനെയും അവിടെ നിന്നും രൂപാന്തരം പ്രാപിപ്പിക്കുന്നതിനും അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ദൈവിക നന്മകൾ പ്രാപിക്കുന്നതിനും മുഖാന്തരമായി തീരും. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവവുമായി കൂട്ടിയിണക്കുവാനായിട്ട് കാലാകാലങ്ങളിൽ ദൈവപ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഈ ലോകത്തിൽ നിയോഗിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൽ നിന്നും മറുതലിച്ചു പോകുന്ന മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് തിരിക്കുന്നതിനും ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിനുമാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 2 അധ്യായം 5 വാക്യത്തിൽ, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുകയാണ്. ആ ഭാഗം ഇങ്ങനെയാ പറയുന്നത്, എന്നാൽ നിന്റെ ഹൃദയ കാഠിന്യം കൊണ്ട് അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിന്റെ ജീവിതത്തെ ശേഖരിച്ചു വയ്ക്കുകയാണ്. അനുദപിക്കാത്ത ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിക്കാതെ, ദൈവത്തോടൊരു നിരപ്പ് പ്രാപിക്കാതെ അവൻ്റെ ജീവിതത്തിൽ ന്യായവിധിക്ക് വേണ്ടി നീക്കിവെക്കുന്ന ഒരു മനോഭാവം. മുന്നറിയിപ്പ് കിട്ടിയിട്ടും അനുസരിക്കാത്ത ഒരുപാട് വ്യക്തികളെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ധാരാളം മുന്നറിയിപ്പുകൾ ദൈവം കാലാകാലങ്ങളിൽ കൊടുക്കുകയാണ്. പാപം ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ മരിക്കും എന്ന വ്യക്തമായ ധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകുന്നു എങ്കിലും പാപത്തിൻ്റെ ശമ്പളമായ മരണത്താൽ മനുഷ്യൻ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 27 അധ്യായം 3 വാക്യത്തിൽ, അവനെ ശിക്ഷയ്ക്ക് വിധിച്ച് എന്ന് അവനെ കാണിച്ചു കൊടുത്തു. ആ യൂദ അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവസന്നിധിയിൽ അപ്പോൾ അനുദപിച്ചു. എന്തുകൊണ്ടാണ് അവൻ്റെ അനുതാപം ഫലകരമായി തീരാത്തത്? മുൻപിൽ തന്നെ ദൈവം അരുളി ചെയ്തു, നീ എന്നെ ഒറ്റിക്കൊടുക്കും, നീ എന്നെ കാണിച്ചു കൊടുക്കും. ജീവിതയാത്രയിൽ നീ ചെയ്യാൻ പോകുന്ന തെറ്റുകളെക്കുറിച്ചൊരു മുന്നറിയിപ്പ് ദൈവം നൽകിയിട്ടും വീണ്ടും ദൈവത്തിൽ നിന്നും അകന്ന് അത് തെറ്റിലേക്ക് നയിക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനം ലഭിക്കാതെ യൂദ കെട്ടിഞ്ഞാണ് ചത്തു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 32 വാക്യത്തിൽ, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്ത ഒരു ജനസമൂഹത്തിൻ്റെ മധ്യയിലാണ് നാം എത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ട് എന്നും അനുദപിക്കുന്നവരെ ദീർഘക്ഷമയോടെ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട് എന്നും വ്യക്തമായി പഠിപ്പിച്ചിട്ടും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യജീവിതങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ആ ഭാഗത്തിൻ്റെ തുടർച്ച പറയുന്നത്, എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ച് അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ നിങ്ങൾ അനുദപിച്ചില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നീതിയാണ് ചെയ്യുന്നത്, നിങ്ങൾ പരിശുദ്ധനാണ് എന്ന വ്യർത്ഥമായ ചിന്തയിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഇവിടെ ചുങ്കക്കാരും വേശ്യമാരും ഈ വചനത്തിൽ വിശ്വസിച്ചു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് വന്നു എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. ഇന്ന് ദൈവത്തിൻ്റെ വചനം ന്യായം വിധിക്കുന്ന ദൈവമുണ്ടെന്നും പാപത്തിൻ്റെ ശമ്പളമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ ന്യായവിധി ഉണ്ടാകും എന്നുള്ള ബോധ്യം മനുഷ്യന് നൽകിയാലും വീണ്ടും പാപത്തിൻ്റെ വഴികളിലേക്ക് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ വീണ്ടെടുപ്പിനായിട്ട് കാൽവരി കൊലക്കളത്തിൽ
അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന ക്രിസ്തുദേവൻ്റെ ആ പാപത്തിൻ്റെ പരിഹാരം വരുത്തുന്ന യാഗത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ ഇന്നും മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്തിൻ്റെ തിന്മകളിൽ അകപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലം അനുദപിക്കുന്നതിനും അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി തീരണം. ഇവിടെ ഇയ്യോബ് പറയുകയാണ്, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഈ നോമ്പുകാലം പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്ന ഒരനുഭവമായി മാറണം. ഈ ഭൂമിയിലെ വെറും പൊടിയിലല്ല, ചാരത്തിലല്ല, ഇത് ഒന്നുമല്ലായ്മയുടെ അനുഭവത്തിലേക്ക് സ്വയം വിനയപ്പെടുത്തുന്ന, സ്വയം കീഴ്പ്പെടുത്തി കൊടുക്കുന്ന, അനുദപിക്കുന്ന, ആ തൊട്ടു മുന്നിൽ പറയുന്നത് പോലെ എന്നെ തന്നെ വെറുത്ത് തന്നെത്താൻ ത്യജിച്ച് താൻ ഒന്നുമല്ല എന്ന ചിന്തയിൽ മനുഷ്യജീവിതങ്ങൾ നയിക്കുമ്പോൾ മാത്രമേ പാപമോചനവും നിത്യജീവന്റെ പ്രത്യാശയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംജാതമാകുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, യോവേൽ പ്രവാചകൻ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അനുദപിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. എങ്ങനെയാണ് അനുദപിക്കേണ്ടത്? വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിത്തിരിവിൻ. മടങ്ങുന്നത് ജീവിതത്തിൽ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കലേക്ക് തിരിയണം. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ അനുദപിക്കുന്ന ഒരുവനെയും അവൻ നിരാശയോടെ പറഞ്ഞേക്കുകയില്ല. അനേകം വ്യക്തികൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ അവൻ്റെ ആവശ്യങ്ങളിൽ പ്രതികരിക്കുകയും അവനിലെ പാപങ്ങളെ കഴുകിക്കളയും പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് നൽകുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ആ ദിവ്യമായ കാഴ്ചപ്പാട് നമുക്ക് ദർശിക്കുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആരൊക്കെ അനുദപിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നിട്ടുണ്ട്. ആരൊക്കെ ദൈവസന്നിധിയിൽ കരയുവാനും വിനയത്തോടെ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് പാപത്തിൻ്റെ ഭയാനകമായ അനുഭവങ്ങളിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് പ്രാപിക്കണമെന്ന് സ്വയം നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരൊക്കെയും വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ചിന്തകൾ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നോമ്പ് കാലഘട്ടത്തിൽ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, പാപങ്ങളുണ്ടെങ്കിൽ, തെറ്റുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനകത്ത് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒന്ന് അനുദപിക്കുവാനുള്ള സമയമായി ഇത് കണ്ടെത്തണം. കാരണം നോമ്പുകാലങ്ങൾക്ക് കഴിഞ്ഞു പോകും. ഓരോ കാലഘട്ടത്തിലും നോമ്പുകളൊക്കെ മാറിയും തിരിഞ്ഞും പോകും. പക്ഷേ ജീവിതത്തിൽ അനുദപിച്ച് നിലവിളിച്ച് ദൈവത്തോട് കരയുമ്പോൾ ലഭിക്കേണ്ടുന്ന ചില നന്മകൾ, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പ്രാപിച്ചെടുക്കുവാനായി സാധിക്കും. വർഷങ്ങളായി അനുഭവിക്കുവാൻ കഴിയാത്ത ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്നുവെങ്കിൽ, ഏതൊക്കെയോ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അടയപ്പെട്ട് ഇന്നും കണ്ണുനീരോടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇന്ന് ഈ ദിവസം ദൈവസന്നിധിയിൽ ഒന്ന് പറയുക: യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റിലേക്ക് അകപ്പെട്ടു പോയി, പാപത്തിൻ്റെ വഴികളിൽ ജീവിച്ചു പോയി, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അനുദപിച്ച് നിലവിളിച്ച് കരയുവാൻ തീരുമാനിച്ചാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയുടെ ദിവസമാകും. ഏറെ വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ചില രോഗബന്ധനങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകും. ഏറെ വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ അസമാധാനം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. അനുദപിച്ചൊന്ന് കരയുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇടയായി തീരണം. നോമ്പ് ആചരിക്കുമ്പോൾ അനുദപിക്കാത്ത ഒരു നോമ്പും ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നതല്ല. അനുദപിച്ച് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിച്ച ഇയ്യോബിൻ്റെ ജീവിതത്തെ ഇരട്ടിയായി നന്മകളെ കൊണ്ട്, അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ച ദൈവമാണെങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞനുദപിച്ച അയ്യോ ഞാൻ പാപിയാണ് കർത്താവേ, അങ്ങൻ്റെ പാപത്തെ ക്ഷമിച്ചു തരണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധിയാക്കണമേ എന്ന് ഒരു വാക്ക് നീ ആയിരിക്കുന്ന ഇടത്തൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാപം എത്ര കടിച്ചുവപ്പായാലും ഹിമത്തെപ്പോലെ വെണ്മയാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവ് എന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് നോമ്പ് അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ 2025 നോമ്പ് കാലം അനുതാപത്തിൻ്റെയും നിലവിളിയുടെയും ആ കാൽവരി കുരിശിൻ്റെ തണലിൽ സ്വയം സമർപ്പിച്ച് വിധേയപ്പെട്ട് ജീവിതത്തിൻ്റെ പോരായ്മകളെ ഏറ്റുപറഞ്ഞ് സഹോദരനോട് സ്നേഹത്തിലും ഐക്യത്തിലും ദൈവകൃപയിലും വസിച്ച് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം സകലവിധമായ അനുഗ്രഹങ്ങളെ കൊണ്ടും നന്മകളെ കൊണ്ടും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ജീവിതത്തെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.